കഥ ആമുഖം. ഭക്തി, ത്യാഗം, ആത്മീയത എന്നിവയെ സമർത്ഥമായി പ്രതിപാദിച്ചിരിക്കുന്ന ചിത്രമാണ് കണ്ണപ്പ. ഈ ശ്രദ്ധേയമായ കഥ ഒരു തവണയല്ല, 5 തവണയാണ് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. കന്നഡയിൽ 2 തവണയും ഹിന്ദിയിൽ 1 തവണയും തെലുങ്കിൽ 2 തവണയുമായാണ് ജനങ്ങളിലേക്ക് എത്തിയത്. ഇതിൽ നായകന്റെ സമാനതകളില്ലാത്ത ഭക്തി മനുഷ്യനും ദൈവവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. ലോകത്തിലെ ആദരണീയ ശിവക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിന്റെ ഉത്ഭവ കഥയാണ് ഇതിലെ ഇതിവൃത്തം. അതുകൊണ്ട് തന്നെ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിന് ആദ്യമായി പ്രണാമമർപ്പിക്കുന്നു. പണ്ട് കൊടും വനത്തിൽ നടന്ന ശ്രദ്ധേയമായൊരു കഥ. അവിടെ ഭക്തിയും അർപ്പണബോധവുമുള്ള സ്നേഹനിധിയായ ഒരു ചിലന്തി ഉണ്ടായിരുന്നു. അതിനെ കാണാൻ പ്രത്യേകമായൊരു ഭംഗിയുണ്ടായിരുന്നു. ചിലന്തി തന്റെ വലകൾ നെയ്തിരുന്നത് അവിടെയുണ്ടായിരുന്ന പവിത്രമായ ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിലായിരുന്നു. ശിവനിത് ശ്രദ്ധിച്ചു. ഭഗവാന് മതിപ്പുളവായെങ്കിലും ചിലന്തിയുടെ ഭക്തിയെ പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ ഒരു അഗ്നിജ്വാലയെ സൃഷ്ടിച്ചു ഭഗവാൻ. ആഴമേറിയ ഭക്തിയാൽ ചിലന്തി ഭയമില്ലാതെ ആ അഗ്നിയിലേക്ക് ചാടി. ജീവൻ ഹോമിച്ച ചിലന്തിക്ക് വേണ്ടി തന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകിയിട്ട് അതിന്റെ ത്യാഗത്തെ മാനിച്ച് കാളഹസ്തി എന്നതിനു മുന്നിൽ ശ്രീ എന്ന് കൂട്ടിച്ചേർത്ത് ശ്രീ കാളഹസ്തി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. പരമേശ്വര ലീലകളുമായി ദൈവീക കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ അഹങ്കാരിയായൊരു പാമ്പ് ശിവലിംഗത്തെ രത്നങ്ങളാൽ അലങ്കരിച്ചു. അത് കണ്ടുവന്ന ഒരാന തന്റെ തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ആ ശിവലിംഗത്തിലേക്ക് തളിച്ചു. തന്റെ രത്നങ്ങൾ ഒലിച്ചുപോയത് കണ്ട് കോപം പൂണ്ട പാമ്പ്, എന്താണ് നീ കാട്ടിയത്? നീ ഇതിനനുഭവിക്കും എന്ന് പറഞ്ഞു. വീണ്ടും കോപമടക്കാനാവാതെ പാമ്പാനയുടെ തുമ്പിക്കൈക്കുള്ളിൽ കയറി. ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആന ശ്രമിക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു മരത്തിൽ തലയിടിച്ചു. ആ യുദ്ധത്തിൽ പാമ്പും ആനയും 2 പേരും മരണപ്പെട്ടു. ഇതിന് സാക്ഷിയായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ ധന്യനാണ്. എന്നാൽ നിങ്ങൾ 2 പേരും ഇത്ര തീവ്രതയിലേക്ക് പോകേണ്ടതില്ലായിരുന്നു. നിങ്ങളുടെ അചഞ്ചലമായ ഭക്തിയുടെ സ്മരണ നിലനിർത്താൻ നിങ്ങളുടെ പേരുകളായ കാള ഹസ്തി എന്നതിൽ ശ്രീ ചേർത്ത് ഈ സ്ഥലത്തെ ശ്രീകാളഹസ്തി എന്ന് നാം നാമകരണം ചെയ്യുന്നു. മാത്രമല്ല, ഈ ക്ഷേത്രത്തെ ലോകം മുഴുവൻ അറിയുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ സ്ഥലം ശുദ്ധഭക്തിയുടെ പ്രതീകമായി തീരട്ടെ. അങ്ങനെ ശ്രീകാളഹസ്തി ലോകപ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി തീർന്നു. കൈലാസം, ശിവഭഗവാനും പത്നി പാർവതീദേവിയും വസിക്കുന്നയിടം. ഈശ, അങ്ങ് എവിടെയാണ്? അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നോ? ആഴത്തിലുള്ള ധ്യാനത്തിൽ അങ്ങ് സ്വയം മുഴുകിയിരിക്കുന്നു. എനിക്ക് ജിജ്ഞാസയുണ്ട്. അങ്ങ് ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? എല്ലാത്തിനുമുപരി നിങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തെയും പരിപാലിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നാം എന്തിനു വിഷമിക്കണം? നീ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അമ്മയാണ് പാർവതി. ഇന്ന് ഞാൻ എന്റെ ഭക്തർക്ക് വേണ്ടിയാണ് ധ്യാനിക്കുന്നത്. മഹാനായ ശിവൻ തന്റെ ഭക്തർക്കു വേണ്ടി ധ്യാനിക്കുന്നെന്നോ? അങ്ങനോട് തമാശ പറയുകയാണോ? സാധ്യമായ എല്ലാ വഴികളിലും അവിടുന്ന് എപ്പോഴും അങ്ങയുടെ ഭക്തരെ അനുഗ്രഹിക്കാറുണ്ടല്ലോ. എന്തെന്നാൽ ഒരു പ്രത്യേക ഭക്തനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പാർവതി. പ്രത്യേക ഭക്തനോ? നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഒരു ഭാര്യ എന്ന നിലയിൽ പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദേവിക്കിന്റെ ക്ഷേത്രം ഓർമ്മയുണ്ടോ? ശ്രീ കാളഹസ്തി. ഓർമ്മയുണ്ട്. വായുദേവനും ഋഷിമാരും ആരാധിച്ചിരുന്ന അങ്ങയുടെ വായുലിംഗ സ്വരൂപം
ഞാൻ എങ്ങനെ മറക്കും? എന്നാൽ തുടക്കത്തിൽ അത് സാധാരണക്കാരിൽ നിന്ന് മറഞ്ഞിരുന്നു. ഒരു രഹസ്യമറിയാൻ ആഗ്രഹമുണ്ടോ? ഭൂമിയിലുള്ള എല്ലാവർക്കും വായുലിംഗം ദർശിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്ന ഭക്തൻ അത് അനാവരണം ചെയ്യും. എന്റെ ആഗ്രഹം നിറവേറ്റാൻ ജനിച്ച ഒരു ഭക്തനാണത്. ആ ഭക്തൻ ആരാണ്? അവനൊരു നിരീശ്വരവാദിയാണ്. എന്ത്? അതെ, സാധാരണഗതിയിൽ ഞാനാണ് എന്റെ ഭക്തർക്ക് എന്തെങ്കിലും നൽകുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഭക്തൻ എനിക്ക് എന്തൊക്കെയോ തരാൻ പോകുന്നു. അതുകൊണ്ടാണ് അവനൊരു പ്രത്യേക ഭക്തനെന്ന് ഞാൻ പറഞ്ഞത്. അവൻ പൂർണ്ണ മനസ്സോടെ തന്നെ എനിക്കത് നൽകും. അവൻ അങ്ങേക്ക് എന്ത് നൽകുമെന്നാണ് പറയുന്നത്? അവൻ എനിക്ക് വളരെ വിലപ്പെട്ട ഒരു വസ്തു നൽകും. മറ്റാർക്കും തരാൻ കഴിയാത്ത ഒന്ന്. ഈ നിരീശ്വരവാദിയായ തിന്നൻ ഒരിക്കൽ കണ്ണപ്പ എന്നറിയപ്പെടും. അവൻ എൻ്റെ പ്രിയഭക്തരിൽ ഒരാളായി പരിഗണിക്കപ്പെടും. കൂടാതെ ഈ ലോകം മുഴുവൻ ഞാൻ അവന്റെ കണ്ണുകളിലൂടെ കാണും. ഈ യുവ നിരീശ്വരവാദിയോ? അതെ, ഇത് ലോകാവസാനം വരെ പറയപ്പെടുന്നൊരു കഥയാണ്. തുടരും. നമ്മുടെ കണ്ണപ്പന്റെ കഥയിൽ അദ്ദേഹത്തിന്റെ പിതാവായ നാദനാഥന്റെ നൈപുണ്യമുള്ള കരങ്ങളാൽ വികസിപ്പിച്ചെടുത്ത കണ്ണപ്പന്റെ വില്ലിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടാതെ അത് കരകൗശലവിദ്യയുടെ ഒരു അത്ഭുതം കൂടിയാണ്. അതിനെ 2 ശക്തമായ വാളുകളായി രൂപാന്തരപ്പെടും വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. തിന്നന് 5 വയസ്സുള്ളപ്പോൾ അവൻ കാട്ടിലേക്ക് പോയി. ഭയങ്കരനായൊരു കടുവയുമായി മുഖാമുഖം നിന്നു. ഉറച്ച ലക്ഷ്യബോധവും മനസാന്നിധ്യവുമുള്ള തിന്നൻ പരിഭ്രാന്തനായില്ല. അവൻ സമീപത്ത് കണ്ടെത്തിയ മൂർച്ചയുള്ള ഒരു വടി ഉപയോഗിച്ച് കടുവയ്ക്കെതിരെ സ്വയം പ്രതിരോധിച്ചു. അവന്റെ പിതാവ് നാദനാഥൻ തന്റെ മകന്റെ ധീരതയ്ക്കും വൈദഗ്ധ്യത്തിനും സാക്ഷ്യം വഹിച്ചു. അവനെ ബഹുമാനിക്കുന്നതിനായി ചത്ത കടുവയുടെ എല്ലുകളും പല്ലുകളും കൊണ്ട് നാദനാഥൻ ഒരു പ്രത്യേക വില്ലുണ്ടാക്കി. ഈ വില്ല് ഒരു സാധാരണ ആയുധമായിരുന്നില്ല. നെടുകെ പിളർന്ന് 2 വാളുകളായി മാറാൻ കഴിയുന്ന തരത്തിൽ നാദനാഥൻ അതിനെ രൂപകൽപ്പന ചെയ്തിരുന്നു. ആ ദിവസം മുതൽ തിന്നൻ തന്റെ ഗോത്രത്തെ സംരക്ഷിക്കാനും വനം സുരക്ഷിതമാക്കാനും അഭിമാനത്തോടെ ആ വില്ലിനെ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ കണ്ണപ്പയുടെയും ആ മാന്ത്രിക വില്ലിന്റെയും ഇതിഹാസം കേട്ട എല്ലാവരിലും ഇന്നും ധൈര്യവും അത്ഭുതവും ഉണർത്തുന്നു.